ചേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത് ആയിരങ്ങൾ. സ്കൂളിലെ പൊതുദർശനം പൂർത്തിയാക്കി ശാസ്താംകോട്ട വിളന്തറയിലെ വീട്ടിലെത്തിച്ച് വൈകിട്ട് 5 മണിയോടെയായിരുന്നു മിഥുന്റെ സംസ്കാരം. വിദേശത്തായിരുന്ന അമ്മ സുജ ഇന്ന് രാവിലെയാണ് എത്തിയത്. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കുവാൻ കയറിയപ്പോഴാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് വൈദ്യുത വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. തറയിൽ നിന്ന് ലൈനിലേക്കും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു. സ്കൂൾ മാനേജറാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതായാണ് ഉത്തരവിൽ പറയുന്നത്. സീനിയർ അധ്യാപിക മോളിക്ക് പ്രധാന അധ്യാപികയുടെ പകരം ചുമതല നൽകി. കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം അടിയന്തരമായി പരിഗണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ് മുഖേന കുടുംബത്തിന് മികച്ച വീട് നിർമ്മിച്ചു നൽകും. ഇളയ കുട്ടിക്ക് +2 വരെ പരീക്ഷാ ഫീസ് ഒഴിവാക്കും. കുടുംബത്തിന് അടിയന്തര സഹായം എന്ന നിലയിൽ 3 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം സ്കൂളുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു സോഷ്യൽ ഈ സെക്യൂരിറ്റി ഇതുപോലെ സുരക്ഷാ ഓഡിറ്റിങ്ങിന് തുടക്കം കുറിക്കുകയാണ്. ഞങ്ങളൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. 30 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ലൈൻ മാത്രമല്ല, കെട്ടിടത്തിന്റെ സുരക്ഷ, ചുറ്റുമതിലിന്റെ സുരക്ഷ, മരങ്ങൾ നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിലെ സംവിധാനം, അതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു 30 ഐറ്റം വെച്ചുകൊണ്ടുള്ള ഒരു ഓഡിറ്റിംഗ് നമ്മളിപ്പോൾ ഞങ്ങൾ നടത്തിയ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റിനെ കൊണ്ടും വിവിധ ഏജൻസികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഞങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ചെയ്യും. അപ്പോൾ ഒരു മാറ്റം വേണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതല്ലേ അപ്പൊ നമുക്ക് ആ കൊച്ചിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ? നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതിന് കൊച്ചു മോളിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറയാം. നമ്മളൊക്കെ ഈ പ്രായത്തിൽ എവിടെയൊക്കെ കയറിയത്? തെങ്ങിന്റെ മുകളിൽ വരെ കയറിയിട്ടുള്ള ആളാണ് നമ്മളെല്ലാം. നമ്മൾ ശ്രദ്ധിക്കും. ഇനി അങ്ങനെ സംഭവം വരാതിരിക്കാൻ വേണ്ടി നോക്കും. പരമാവധി കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.